അരുൺ, വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വരവിനെ ഉറ്റുനോക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം വയനാട്ടിലേക്ക് എത്തും. അവിടെ അവസാനവട്ട ക്രമീകരണങ്ങൾ എങ്ങനെയാണ്, അദ്ദേഹം എപ്പോഴെത്തും, എത്ര സമയത്തെത്തും എന്നതിനെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? പക്ഷേ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ തന്നെയാണ്. രാവിലെ തന്നെ നമ്മൾ കണ്ടതാണ്. SPG ഉൾപ്പെടെ കർശനമായ നിയന്ത്രണമുണ്ട്. ഓരോ പ്രദേശങ്ങളിലും SPG എത്തി ഈ പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട്. ഇത്തരത്തിൽ ബാരിക്കേഡൊക്കെ വെച്ചാണ് ഞാനിപ്പോൾ നിൽക്കുന്ന വിംസ് ജംഗ്ഷൻ, ഈ ആശുപത്രിയിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. 48 പേരാണ് നിലവിൽ അവിടെ ചികിത്സയിൽ കഴിയുന്നത്. 4 പേരെ പ്രധാനമന്ത്രി കാണും. അത് കഴുത്തറ്റം ചെളിയിൽ മുങ്ങിക്കിടന്ന അരുന്ധതി, അനിൽ ഉൾപ്പെടെ ഒഡീഷ സ്വദേശിയായ ഡോക്ടർ എന്നിവരായ 4 പേരെയാണ് പ്രധാനമന്ത്രി ഇവരുമായി സംസാരിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് മനുഷ്യർ ആദ്യ ദിനം നമ്മൾ ആദ്യം ഈ വിംസ് ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ ഇവരെല്ലാം ഒരു മരവിപ്പിലായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, മുണ്ടക്കൈയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല, ഇവരുടെ ഉറ്റവരെയൊന്നും കാണാനില്ല. ജീവൻ പലരും കൈപിടിച്ച് കയറ്റിയ ജീവനുകളായിരുന്നു ഈ വിംസ് ആശുപത്രിയിൽ നമ്മൾ കണ്ടത്. അത്തരത്തിൽ ഒരുപാട് മനുഷ്യർ, ഇവർക്കൊക്കെ ഇനിയുള്ളത് അതിജീവനമാണ്. പലരും പറഞ്ഞു കഴിഞ്ഞു, ഈ അരുൺ ഉൾപ്പെടെ പറഞ്ഞ കാര്യമാണ്, ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരും, അതിനുള്ള ഉൾക്കരുത്തുണ്ട്, മനക്കരുത്തുണ്ട് എന്നുള്ള കാര്യമാണ്. അത്തരത്തിലുള്ള അതിജീവനമാണ്. പല ഘട്ടങ്ങളും നമ്മൾ കടന്നു, പ്രതിസന്ധിയുടെ ഘട്ടങ്ങളെ നമ്മൾ ഓരോന്നായി മറികടന്നു. ഇനി അതിജീവനമാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നെ എത്തുമ്പോൾ രാജ്യം ഒപ്പമുണ്ട് എന്നൊരു സന്ദേശം തന്നെയാണ് നൽകുന്നത്, കൂടെ ഉണ്ട് എന്നുള്ളൊരു സന്ദേശം തന്നെയാണ് നൽകുന്നത്. അത് വലിയൊരു ആശ്വാസം തന്നെയാകും. ഒപ്പം തന്നെ പ്രധാനമന്ത്രി എന്തെല്ലാം കാര്യം പ്രഖ്യാപിക്കും എന്നുള്ള കാര്യം നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ദേശീയ ദുരന്തമായി ഉള്ള പ്രഖ്യാപനം ഉൾപ്പെടെ അവിടെ ബാക്കിയാണ്. അതിനുള്ള പല ക്രൈറ്റീരിയകളും ഇവർ വിശദീകരിക്കുകയുണ്ടായി. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെല്ലാം പാക്കേജ് ആയിരിക്കും ഇവർക്ക് ആശ്വാസമേകാനാകുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും അവർക്ക് വലിയൊരു സാന്ത്വനമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളിലേക്ക് വന്നാൽ ഇത്തരത്തിൽ ഈ വിംസ് ജംഗ്ഷനിൽ രാവിലെ മുതൽ തന്നെ തുടങ്ങിയ ക്രമീകരണമാണ്. ഗതാഗതങ്ങളൊക്കെ നിയന്ത്രിച്ച് മാത്രമേ കടത്തിവിടുന്നുള്ളൂ. പ്രധാനമന്ത്രി വരുന്ന ആ സമയത്തോടെ എടുക്കുമ്പോൾ മറ്റു വാഹനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല. ഈ വഴിയിലൂടെ പ്രധാനമന്ത്രി വിംസ് ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലും, 4 പേരുമായി സംസാരിക്കും എന്നുള്ള